Dear students, welcome back to Sapphire Future Academy Pod Booster Series. നമ്മൾ ഡിസ്കസ് ചെയ്ത ചാപ്റ്റർ ഏതായിരുന്നു? സെക്ഷൽ റിപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് അല്ലേ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പോളിനേഷൻ ഒക്കെ പഠിച്ചു അല്ലേ? അതായത് പോളിനേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഫെർട്ടിലൈസേഷന്റെ ഫസ്റ്റ് ഇവന്റ് അല്ലേ? പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്സിൽ വരുന്ന ഗാമറ്റോജനസിസ് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്ന ഇവന്റ് ആണ് ഇത് പോളിനേഷൻ. പോളിനേഷന്റെ നമുക്ക് ഡിഫറെന്റ് പോളിനേറ്റിംഗ് ഏജന്റ്സ് പഠിച്ചു, ഡിഫറെന്റ് ടൈപ്സ് പഠിച്ചു. ഇനി നോക്കിക്കേ, ഇപ്പൊ നമ്മുടെ നേച്ചുറൽ ആയിട്ട് നടക്കുന്ന പോളിനേഷന്റെ കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ചില പ്ലാന്റ്സിൽ ഇപ്പൊ നമ്മുടെ നേച്ചുറൽ പോളിനേഷൻ നടന്നു, പോളൻ ട്യൂബിന്റെ ജെർമിനേഷൻ നടന്നില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു പോളൻ പിസ്റ്റിൽ ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ അല്ലെ? എന്താ പോളൻ പിസ്റ്റിൽ ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പിസ്റ്റിലിന് ആരെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും? സ്യൂട്ടബിൾ വൺ അല്ലെങ്കിൽ റൈറ്റ് ടൈപ്പിനെ റോങ് ടൈപ്പിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും ആർക്ക്? പിസ്റ്റിൽ. അപ്പോ അത് റോങ് ടൈപ്പ് ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ പിസ്റ്റിൽ അതിനങ്ങ് റിജക്ട് ചെയ്യും. അപ്പൊ റിജക്ട് ചെയ്യാതിരിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒന്ന് ക്രോസിങ് അല്ലെങ്കിൽ പോളിനേഷൻ നമ്മൾ നടത്തി കൊടുക്കേണ്ടത്. അതിന് നമ്മൾ പറയുന്ന പേരാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് ക്രോസ് ബ്രീഡിങ് അല്ലെങ്കിൽ ക്രോസ് എന്ന് പറയും. ക്രോസ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ നടക്കുക അല്ലെങ്കിൽ ക്രോസ് ഹൈബ്രിഡൈസേഷൻ നടത്തുക. അപ്പൊ ഈ ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ നമ്മുടെ ക്രോസ് ഹൈബ്രിഡൈസേഷൻ നമ്മൾ നടത്തുമ്പോൾ ആരാ നടത്തുന്നത്? നേച്ചുറൽ ആയിട്ടല്ല അവിടെ പോളിനേഷൻ നടത്തുന്നത്. ആരാ നടത്തുന്നത്? നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മുടെ ഹ്യൂമൻ ബീയിങ്സ് ആണ് അവിടെ നടത്തുന്നത് പോളിനേഷൻ നടത്തുന്നത്. അപ്പൊ എന്തിനത് ചെയ്യുന്നത്? ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ നടത്തുന്നത്. ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ ക്രോസ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയും. ഇത് നമ്മൾ ജെനറ്റിക്സിൽ പഠിച്ചിട്ടുണ്ടാകും. നമ്മുടെ ജെനറ്റിക്സിന്റെ ഫാദർ ആയിട്ടുള്ള ഗ്രിഗർ മെന്റൽ ചെയ്ത എക്സ്പെരിമെന്റ് ആണ് ഇത് നമുക്ക് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ ക്രോസ് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്. അപ്പൊ നമ്മൾ എന്തിനാണ് ഈ ക്രോസ് ഹൈബ്രിഡൈസേഷൻ ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി സാധാരണ നടക്കുന്ന പോളിനേഷൻ പറഞ്ഞു അല്ലെ? വിൻഡോ, വാട്ടറോ, ഇൻസെക്ട്സോ ഒക്കെ എന്ത് ചെയ്യാം? പോളിനേഷൻ നടത്താം. ഇനി ഇങ്ങനെ പോളിനേഷൻ നടത്തിയിട്ട് ആ പ്ലാന്റ് അതിന് എന്ത് ചെയ്യുവാണ്? റിജക്ട് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ അങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യുവാണ്? നമ്മുടെ പോളിനേഷൻ നടത്തും. പോളിനേഷൻ നടത്താന്ന് വെച്ചാൽ റിജക്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല കേട്ടോ, നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സ്. ഇപ്പൊ ഒരു പ്ലാന്റിന് നല്ല ഹൈ ഈൽഡ് ഉണ്ട്, നെക്സ്റ്റ് പ്ലാന്റിന് എന്താണ്? നല്ല റെസിസ്റ്റൻസ് ഉണ്ട് എന്ന് വിചാരിക്കാം. സെയിം സ്പീഷീസ് ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഈ രണ്ട് ക്യാരക്ടേഴ്സും നമ്മൾ ജോയിൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ രണ്ട് ക്യാരക്ടേഴ്സും ഒരു സെയിം പ്ലാന്റിൽ നമുക്ക് കൊണ്ടുവരണം. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞേ? ഒരു പ്ലാന്റിന് സപ്പോസ് എ എന്ന് പറയുന്ന ഒരു പ്ലാന്റിന് നല്ല ഡിസീസ് റെസിസ്റ്റൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഡിസീസ് റെസിസ്റ്റൻസ് ഉണ്ട്. അതേസമയം ബി എന്ന് പറയുന്ന പ്ലാന്റിന് എന്തുണ്ട്? ഹൈ ഈൽഡ് ആണെന്ന് വിചാരിക്കാം. ഹൈ ഈൽഡ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാണ്? ഈ രണ്ട് ക്യാരക്ടേഴ്സും കൂടി എന്ത് ചെയ്യണം? ഒരു സെയിം പ്ലാന്റിൽ കൊണ്ടുവരണം. ഇതിന് രണ്ടിനെയും കൂടി നമ്മൾ ക്രോസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഒരു സി എന്ന് പറയുന്ന ഒരു പുതിയ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യണം. ഈ സി എന്ന് പറയുന്ന പുതിയ പ്ലാന്റിന് എന്തുണ്ടാവണം? ഈ ക്യാരക്ടർ ഉണ്ടായിരിക്കണം, അതായത് ഈൽഡ് ഉണ്ടായിരിക്കണം, ഡിസീസ് റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുവാണ്? ആദ്യം നമ്മൾ രണ്ട് പ്ലാന്റ്സിനെ സെലക്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യാം? നമ്മൾ തന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ട് പോളിനേഷൻ നടത്തി ഫെർട്ടിലൈസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രോസ് ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. അപ്പൊ എന്താണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ? നമ്മള് രണ്ട് ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് സ്പീഷീസ്, ഒരു സ്പീഷീസിൽ രണ്ട് വെറൈറ്റീസ് ആവാം അല്ലെങ്കിൽ രണ്ട് സ്പീഷീസ് ആവാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പൊ ഇതാണ് ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് എ സ്പീഷീസ്. ഒരു സ്പീഷീസിൽ രണ്ട് വെറൈറ്റീസിനെ നമ്മൾ എന്ത് ചെയ്യുവാണ്? നമ്മൾ ക്രോസ് ചെയ്യുവാണ്. ഇതിനെന്ത് പ്രൊഡ്യൂസ് ചെയ്യുവാണ്? ഒരു ഹൈബ്രിഡ് ഇൻഡിവിജ്വൽസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹൈബ്രിഡ് ഇൻഡിവിജ്വൽസിന് എന്തുണ്ടാവണം? ഡിസൈറബിൾ ക്യാരക്ടേഴ്സ് ഉണ്ടാവണം. ആരുടെ? രണ്ട് പാരന്റ്സിന്റെ ഡിസൈറബിൾ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അപ്പൊ എന്തിനാ നമ്മൾ ക്രോസ് ഹൈബ്രിഡൈസേഷൻ നടത്തുന്നത്? ഒരു പുതിയൊരു പ്രോജനിനെ പ്രൊഡ്യൂസ് ചെയ്യണം. ആ പ്രോജനിക്ക് എന്ത് ക്യാരക്ടർ ഉണ്ടാവണം? രണ്ട് പാരന്റ്സിന്റെ ഡിസൈറബിൾ ക്യാരക്ടേഴ്സ് ഉള്ള ഒരു പ്രോജനിനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ, അല്ലെങ്കിൽ ഒരു പേരും കൂടിയും പറയും ക്രോസ് ഹൈബ്രിഡൈസേഷൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇത് പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക്. എന്ത് ചെയ്യണം? രണ്ട് പ്ലാന്റ് വേണം അല്ലെ? രണ്ട് പ്ലാന്റിന് എന്ത് വേണം? സുപ്പീരിയർ ആയിട്ടുള്ള ക്വാളിറ്റി വേണം. അപ്പൊ ഇവിടെ നോക്കുന്നുണ്ട് ആദ്യം നമുക്ക് എന്താണ്? അപ്പൊ ഈ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ നടത്തുമ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണ്? നമ്മൾ രണ്ട് പ്ലാന്റ്സിനെ സെലക്ട് ചെയ്യും അല്ലെ? ഏത് പ്ലാന്റിനെയാണ്? ഒരു മെയിൽ പ്ലാന്റിനെയും ഫീമെയിൽ പ്ലാന്റിനെയും. അതാണ് നമ്മുടെ സെലക്ഷൻ ഓഫ് എന്ത് കൊടുക്കണം? പാരന്റ്സ്.
പാരന്റ്സ് എന്ന് പറയുമ്പോൾ മെയിൽ പാരന്റിനെയും ഫീമെയിൽ പാരന്റിനെയും നമ്മൾ സെലക്ട് ചെയ്യും അല്ലെ. നെക്സ്റ്റ് എന്ത് ചെയ്യണം? ഈ പാരന്റ്സ് എന്തായിരിക്കാം? ബൈസെക്ഷൽ ആവാലോ. ബൈസെക്ഷൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ടും ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ടും സെയിം ഫ്ലവറിൽ വരും. അപ്പൊ ഇപ്പൊ സപ്പോസ് നമ്മൾ സെലക്ട് ചെയ്ത പാരന്റ്സില് ഫ്ലവർ എന്താണ് ബൈസെക്ഷൽ ആണെങ്കിൽ എന്തിനുള്ള ചാൻസ് ഉണ്ട്? സെൽഫ് പോളിനേഷൻ നടക്കൂലേ? അപ്പൊ നമുക്ക് എന്താണ് സെൽഫ് പോളിനേഷൻ നടക്കാൻ പാടില്ല. ആരാ പോളിനേഷൻ നടത്തുന്നത്? നമ്മളാണ് പോളിനേഷൻ നടത്തി കൊടുക്കുന്നത്. നല്ല ആർട്ടിഫിഷ്യൽ ആയിട്ട് പോളിനേഷൻ നടത്തി കൊടുക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ സെലക്ട് ചെയ്ത ഈ മെയിൽ പ്ലാന്റ് അല്ലെങ്കിൽ മെയിൽ ഫ്ലവർ എന്താണ് ബൈസെക്ഷൽ ആണെങ്കിൽ അതിനെന്ത് ചെയ്യണം? അതിന്റെ ആന്തർ റിമൂവ് ചെയ്ത് കളയണം. എപ്പോ? ഫുള്ളി മെച്ചുർ ആവണേക്കാളും മുന്നേ. ഫുള്ളി മെച്ചുർ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പോളിനേഷൻ നടക്കൂലേ? അപ്പൊ പോളിനേഷൻ നടക്കുന്നേക്കാളും മുന്നേ എന്ത് റിമൂവ് ചെയ്യണം? ആന്തർ റിമൂവ് ചെയ്യണം. ഏത് ഫ്ലവറിൽ നിന്നാണ്? ആന്തർ റിമൂവ് ഫ്രം ദി ഏത് ഫ്ലവർ ആണ്? റിമൂവ് ഫ്രം ദി ഏത് പ്ലാന്റ് ആണ്? ബൈസെക്ഷൽ ഫ്ലവർ. ബൈസെക്ഷൽ ഫ്ലവറിൽ നമുക്ക് ഇപ്പോൾ ഉദ്ദേശിക്കാം ബൈസെക്ഷൽ ഫ്ലവർ. അപ്പൊ ബൈസെക്ഷൽ ഫ്ലവറിൽ നമ്മൾ പറഞ്ഞു ഒരാളെ നമ്മൾ എന്ത് ഏറ്റെടുത്തു? മെയിൽ എടുക്കും, ഫീമെയിൽ. മെയിലും ബൈസെക്ഷൽ വരാം, ഫീമെയിലും ബൈസെക്ഷൽ വരാം. ഇവിടെ നമുക്ക് മെയിൽ ബൈസെക്ഷൽ വന്ന വലിയ പ്രശ്നമില്ല. കാരണം എന്താണ്? നമ്മൾ ഇവിടുന്ന് എന്ത് മാത്രമേ എടുക്കുള്ളൂ? പോളൻ ഗ്രെയിൻസ് എടുക്കുള്ളൂ. അപ്പൊ നമ്മൾ ഈ ഫീമെയിലില് നമ്മൾ എടുത്ത ഫ്ലവർ രണ്ടും ബൈസെക്ഷൽ ആണെങ്കിലും നമ്മൾ ഫീമെയിൽ ഫ്ലവറിലാണ് നമ്മൾ മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത്? ആന്തർ റിമൂവ് ചെയ്ത് ബൈസെക്ഷൽ ഫ്ലവറിൽ നിന്ന് ആന്തർ റിമൂവ് ചെയ്ത് ഏത് ഫ്ലവറിന്റെ ഫീമെയിൽ ആയിട്ട് എടുക്കുന്നത് ഏതാണോ അതിന്റെ നമ്മൾ ആന്തർ റിമൂവ് ചെയ്ത് കളയണം. അപ്പൊ എന്താണ്? ആന്തർ റിമൂവ്ഡ് ഫ്രം ദി ബൈസെക്ഷൽ ഫ്ലവർ. ബൈസെക്ഷൽ ഏത് ഫ്ലവർ ആണ്? ഫീമെയിൽ ഫ്ലവർ. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? സെൽഫ് പോളിനേഷൻ നടക്കും. സെൽഫ് പോളിനേഷൻ നടന്നാൽ എന്താ ഉണ്ടാവുന്നത്? ഇതിന്റെ സെയിം ക്യാരക്ടേഴ്സ് ഉള്ള പ്രൊജനീസ് വരില്ലേ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഉദ്ദേശിച്ചത് നമ്മൾ സെലക്ട് ചെയ്ത മെയിൽ പ്ലാന്റിൽ നിന്നുള്ള ഈ മെയിൽ ഫ്ലവറിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസ് മാത്രമാണ് എവിടെ വന്ന് വീഴാൻ പാടുള്ളൂ? ഈ ഫീമെയിലിൽ വന്ന് വീഴാൻ പാടുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആന്തർ റിമൂവ് ചെയ്ത് കളയും. ഈ ആന്തർ റിമൂവ് ചെയ്ത് കളയുന്ന ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇമാസ്കുലേഷൻ. പറയുന്ന പ്രോസസ് എന്താണ്? ഇമാസ്കുലേഷൻ. അപ്പൊ എന്താ ഇമാസ്കുലേഷൻ എന്ന് പറഞ്ഞാല്? റിമൂവൽ ഓഫ് ആന്തർ ഫ്രം ദി ഫീമെയിൽ ബൈസെക്ഷൽ ഫ്ലവർ. അതിനെയാണ് എന്ത് പറയുക? ഇമാസ്കുലേഷൻ. അപ്പൊ എന്തിനാന്ന് പറഞ്ഞല്ലോ? വാട്ട് ഇസ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് ഇമാസ്കുലേഷൻ എന്ന് പറയാം നമുക്ക്. ഇതിന് വേണ്ടിയിട്ടാണ് ടു പ്രിവെന്റ് ഏത് പോളിനേഷൻ ആണ്? സെൽഫ് പോളിനേഷൻ. സെൽഫ് പോളിനേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇമാസ്കുലേഷൻ നടത്തുന്നത്. മനസ്സിലായല്ലോ? സെൽഫ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യണം? അപ്പൊ ആദ്യം സെലക്ട് പാരന്റ്സിനെ സെലക്ട് ചെയ്തു, ഫീമെയിലിന്റെ ആന്തർ റിമൂവ് ചെയ്ത് കളഞ്ഞു. നെക്സ്റ്റ് എന്ത് ചെയ്യണം? പോളിനേഷൻ നടത്തണം അല്ലെ? പോളിനേഷൻ നടക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ചെറിയൊരു ബ്രഷ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യും? ഈ മെയിൽ ഫ്ലവറിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് ആ ബ്രഷ് കൊണ്ട് കളക്ട് ചെയ്യാം. നെക്സ്റ്റ് എന്ത് ചെയ്യാം? ഫീമെയിൽ ഫ്ലവറിന്റെ സ്റ്റിഗ്മയിൽ കൊണ്ട് ടെസ്റ്റ് ചെയ്യാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. കാരണം എന്താ? നേച്ചുറൽ ആയിട്ടല്ല നടക്കുന്നത്. നമ്മള് ഒരു ബ്രഷ് എടുത്തു, നേരെ എന്ത് ചെയ്തു? മെയിൽ ഫ്ലവറിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് കളക്ട് ചെയ്തു, ഫീമെയിൽസിന്റെ സ്റ്റിഗ്മയിൽ കൊണ്ട് ഇട്ടു. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണം? നമ്മള് അതിനെ ബാഗ് ചെയ്ത് വെക്കണം. ഇതിനെ ബാഗ് ചെയ്ത് വെക്കുന്നേ അല്ലെങ്കിൽ ബാക്കിയുള്ള എവിടെന്നെങ്കിലും ഒക്കെ പോളൻ ഗ്രെയിൻസ് വന്ന് വീഴാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യണം? ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഇമാസ്കുലേഷൻ നടത്തി അപ്പൊ തന്നെ എന്ത് ചെയ്യണം എന്നാ പറയുന്നത്? ബാഗ് ചെയ്യണം. എന്നിട്ട് വേണം ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്താൻ. എന്നിട്ട് പിന്നെ ഒന്നും കൂടി റീബാഗ് ചെയ്യണം എന്നാ പറയണത്. കാരണം എന്താ? ഒരു കാരണവശാലും വേറെ ഒരു സ്ഥലത്ത് നിന്ന് എന്ത് വരാൻ പാടില്ല? പോളൻ ഗ്രെയിൻസ് വന്നവിടെ വീഴാൻ പാടില്ല. അപ്പൊ നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യാണ്? ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തി അഗൈൻ നമ്മൾ എന്ത് ചെയ്തു? ബാഗിങ് നടത്തി. ബാഗിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് ഫീമെയിൽ ഫ്ലവേഴ്സിനെ, മെയിൽ ഫ്ലവേഴ്സിനെ അല്ല കേട്ടോ, ഫീമെയിൽ ഫ്ലവേഴ്സിനെ എന്ത് ചെയ്യുവാണ്? നമ്മളൊരു പോളിത്തീൻ ബാഗ് കൊണ്ട് കവർ ചെയ്യും. കവർ ഫീമെയിൽ ഫ്ലവർ. പോളിത്തീൻ ബാഗോ അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഒരു പേപ്പർ ബാഗിലോ കവർ ചെയ്യും. നമ്മളൊന്ന് കവർ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? മെയിൻലി ടു പ്രിവെന്റ് unwanted pollination. To prevent unwanted pollination. എന്താണ് unwanted pollination ഉദ്ദേശിക്കുന്നത്? വേറെ ഏതെങ്കിലും പ്ലാന്റ്സിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസ് അവിടെ വന്ന് വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യും? ഇമാസ്കുലേഷൻ നടത്തി അപ്പൊ തന്നെ
ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തിയതിനു ശേഷവും നമ്മൾ എന്ത് ചെയ്യണം? ബാഗിങ് നടത്തണം. നെക്സ്റ്റ് എന്ത് ചെയ്തോളും? ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തി കഴിഞ്ഞ് എന്ത് ചെയ്തോളും? പിന്നെ നേച്ചർ എന്ത് നടന്നോളൂ? അവിടെ ഫെർട്ടിലൈസേഷൻ നടന്ന് പിന്നെ എന്ത് നടന്നോളും? പിന്നെ നമ്മളൊന്നും ചെയ്യണ്ട, ഫെർട്ടിലൈസേഷൻ നടന്നു. പിന്നെ അവിടെ നിന്ന് എന്ത് ഫോം ചെയ്തോളും? നമുക്ക് നെക്സ്റ്റ് ജനറേഷൻ അവിടെ സീഡ്സ് ഫോർമേഷൻ അവിടെ നടക്കും. സീഡ് ഫോർമേഷൻ നടക്കും. അപ്പൊ നമുക്ക് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഇമാസ്കുലേഷൻ ആൻഡ് ബാഗിങ് ആർ ദ ടു ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് ഇൻ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. എന്നുകൂടി പറയാം ക്വസ്റ്റ്യൻ. ഇമാസ്കുലേഷൻ ആൻഡ് ബാഗിങ്. ഇമാസ്കുലേഷൻ ആൻഡ് ബാഗിങ് ആർ ദി Emasculation and bagging are the two important steps in artificial hybridization. Explain the process and mention the significance. അപ്പോൾ എന്ത് emasculation എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് എന്താ റിമൂവ് ചെയ്തത്? ആങ്കർ. ഇവിടുന്ന് റിമൂവ് ചെയ്യുന്നത് ഫീമെയിൽ ബൈസെക്ഷൽ ഫ്ലവർ ബിഫോർ മെച്ചുറേഷൻ. മെച്ചുറേഷന് മുന്നേ നമ്മൾ അതിനെ കട്ട് ചെയ്ത് കളയും. അപ്പൊ ഇനി എന്താ അതിന്റെ സിഗ്നിഫിക്കൻസ്? എന്തിനാ സിഗ്നിഫിക്കൻസ്? ടു പ്രിവെന്റ് സെൽഫ് പോളിനേഷൻ. നെക്സ്റ്റ് എന്താണ്? വാട്ട് ഈസ് മെന്റ് ബൈ ബാഗിങ്? എന്താ ബാഗിങ് എന്ന് പറഞ്ഞാൽ കവറിംഗ് ഓഫ് ദി ഫീമെയിൽ ഫ്ലവർ ആഫ്റ്റർ പോളിനേഷൻ. ഇതിനു വേണ്ടിയിട്ടാണ്. ദാറ്റ് ഈസ് മെയിൻലി ടു പ്രിവെന്റ് അൺവാണ്ടഡ് പോളിനേഷൻ. ഇതാണ് നമുക്ക് ഇവിടെ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ. ഈ സെയിം എക്സ്പെരിമെന്റ് ആണ് നമ്മുടെ റിഗർമെന്റൽ നമ്മൾ ഏതിൽ ചെയ്തത്? നമ്മുടെ ജെനറ്റിക്സിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ലോ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി ഫീഡ് പ്ലാന്റ്സിൽ ചെയ്ത സെയിം എക്സ്പെരിമെന്റ് ആണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ ഇമ്പോർട്ടൻസ്? ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ നെക്സ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ നമ്മുടെ പ്രോജനിക്ക് എന്ത് ക്യാരക്ടേഴ്സ് ഉണ്ടാവും? ഈ 2 മെയിൽ പാരന്റിന്റെയും ഫീമെയിൽ പാരന്റിന്റെയും ക്യാരക്ടർ അവിടെ കാണും. ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്? ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. ക്രോസിംഗ് ഓഫ് 2 different varieties of a species and then produce a new progeny with the desirable characters of both the parents. That is called the cross hybridization, and then emasculation and bagging are the 2 important steps. Okay. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാം. നെക്സ്റ്റ് നമുക്ക് എന്താണ്? നമ്മുടെ ഫെർട്ടിലൈസേഷൻ നമ്മുടെ 3 ഇവന്റ്സ് ആയിട്ടാണ് പറയുന്നത്. എന്തൊക്കെയാണ്? പ്രീ ഫെർട്ടിലൈസേഷൻ, then fertilization and പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയും. അങ്ങനെ 3 ഇവന്റ്സ് ആയിട്ടാണ് നമ്മൾ പറയാ ഇവന്റ്സ്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറയുന്ന ഇവന്റ്സ് നോക്കാം? നമ്മുടെ ഫെർട്ടിലൈസേഷൻ തൊട്ട് മുന്നുള്ള ഇവന്റ്സ് ആണ് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ് ആൻഡ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്. ഇതാണ് നമുക്ക് 3 ഇവന്റ്സ് പറയുന്നത്. പ്രീ ഫെർട്ടിലൈസേഷൻ, ഫെർട്ടിലൈസേഷൻ ആൻഡ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ് എന്ന് പറയും അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ പ്രീ ഫെർട്ടിലൈസേഷനിലെ 2 ഇവന്റ്സ് ആയിരുന്നു. ഏതൊക്കെയാ? ഗ്യാമറ്റോജെനസിസ് ആൻഡ് നെക്സ്റ്റ് ഇവന്റ് ആണ് ഏത്? ഗ്യാമീറ്റ് ട്രാൻസ്ഫർ. അപ്പൊ ഗ്യാമീറ്റ് ട്രാൻസ്ഫർ ആണ് നമ്മൾ എന്ത് പറഞ്ഞത്? പോളിനേഷൻ പറഞ്ഞത്. ഒപ്പം തന്നെ എന്ത് ചെയ്തു? ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പോളിനേഷൻ. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്ന ഇവന്റ് എന്താണ്? ഫെർട്ടിലൈസേഷൻ ആണ്. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന ഇവന്റ് ആണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് എന്തിലേക്ക് പോകണം? നമ്മുടെ നെക്സ്റ്റ് ഇവന്റിലേക്ക് പോകണം. നെക്സ്റ്റ് ഇവന്റ് ആണ് ഏത്? നമുക്ക് ഫെർട്ടിലൈസേഷൻ. അപ്പൊ എന്താണ്? നമുക്ക് ഫെർട്ടിലൈസേഷൻ നോക്കാം. നിങ്ങൾ കേട്ടിട്ടുള്ളത് തന്നെയായിരിക്കും. വാട്ട് ഈസ് മെന്റ് ബൈ ഫെർട്ടിലൈസേഷൻ? ഏറ്റവും സിമ്പിൾ ഡെഫിനിഷൻ എന്തായിരിക്കും? ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റ്സ് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ ഒരു സ്പെഷ്യൽ പേര് കൊടുക്കുന്നത് അല്ലെ. എന്താണ്? ഡബിൾ ഫെർട്ടിലൈസേഷൻ. ഈ ഡബിൾ ഫെർട്ടിലൈസേഷൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു ഡബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 അല്ലെ. സാധാരണ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒറ്റ ഫെർട്ടിലൈസേഷൻ ഉള്ളൂ, മെയിലും ഫീമെയിൽ ഗ്യാമീറ്റ്സ് തമ്മിൽ ഫ്യൂസ് ചെയ്യും. ഇവിടെ ഡബിൾ എന്ന് പറയുമ്പോൾ 2 ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ആ വേർഡ് നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ആൻജിയോസ്പേംസ് എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ പ്ലാന്റ്സിലെ ഏറ്റവും അഡ്വാൻസ് ചെയ്തിട്ടുള്ള മെമ്പേഴ്സ് ആണ് നമ്മുടെ ആൽഗെ, ബ്രയോ, ടെറിഡോ, ജിംനോ, ആൻജിയോസ്പേം. അപ്പൊ ആൻജിയോസ്പേം എന്ന് പറഞ്ഞാൽ ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് ഗ്രൂപ്പ് ആണ് ആൻജിയോസ്പേം. ആൻജിയോസ്പേംസിൽ നടക്കുന്ന ഫെർട്ടിലൈസേഷനെയാണ് എന്ത് പറയുന്നത്? ഡബിൾ ഫെർട്ടിലൈസേഷൻ. അപ്പൊ ആൻജിയോസ്പേംസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടറും കൂടിയാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. അപ്പൊ നമ്മൾ നോക്കണം നമ്മുടെ പോളൻ ഗ്രെയിൻസ്. നമ്മള് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ട് പോളൻ ഗ്രെയിൻസ് പോളിനേഷൻ നടക്കുമ്പോ നമ്മുടെ പ്ലാന്റ്സില്
പോളൻ ഗ്രെയിൻസ് ഏതൊക്കെ സ്റ്റേജിൽ വരും? 2 സെൽഡ് സ്റ്റേജിലും വരും, 3 സെൽഡ് സ്റ്റേജിലും. പോളിനേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ പോളൻ ഗ്രെയിൻസ് ഏതാണ്? പോളൻ ഗ്രെയിൻസ് ഏതൊക്കെ സ്റ്റേജിൽ വരാം? 2 സെൽഡും വരാം, 3 സെൽഡ് സ്റ്റേജിലും വരാം. 60% ഓഫ് പ്ലാന്റ്സിൽ എന്താണ്? 2 സെൽഡും ബാക്കി 40% ഏതാണ്? 3 സെൽഡ് സ്റ്റേജിലാണ് പോളിനേഷൻ നടക്കുക. അപ്പൊ നോക്കിയാൽ നമുക്ക് ഇവിടെ 2 സെൽഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ഇവിടെ പോളൻ ഗ്രെയിൻസിൽ ആരുണ്ടായിരുന്നു? 2 സെല്ല് അല്ലെ? ഒരു ലാർജ് സൈസ് ഉള്ള ജനറേറ്റീവ് സെല്ലും ലാർജ് സൈസ് ഉള്ള ഒരു വെജിറ്റേറ്റീവ് സെല്ലും സ്മോൾ സൈസ് ഉള്ള ഒരു ജനറേറ്റീവ്. ഇതാണ് നമ്മുടെ എന്ത്? 2 സെൽ. 3 സെൽ എന്ന് പറഞ്ഞാലോ നമുക്ക് ഇവിടെ ജനറേറ്റീവ് സെല്ലിൽ എന്ത് ചെയ്യും? 2 ഗ്യാമീറ്റ്സ്, മെയിൽ ഗ്യാമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഇതെന്തായി? ഇത് 3 സെൽഡ് സ്റ്റേജ് ആയി, ഇത് 2 സെൽഡ് സ്റ്റേജ്. അപ്പൊ ഇനിയിപ്പോ നോക്കിക്കേ, 2 സെൽഡ് സ്റ്റേജിലാണ് പോളിനേഷൻ നടക്കണേന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്തോളും? ഇപ്പൊ നമ്മുടെ സ്റ്റിഗ്മ, ഇതാണ് സ്റ്റിഗ്മ എന്ന് വിചാരിക്കുക. സ്റ്റിഗ്മയിൽ എന്ത് ചെയ്തു? പോളൻ ഗ്രെയിൻസ് 2 സെൽഡ് സ്റ്റേജിൽ വന്ന് വീണാൽ, പോളിനേഷൻ നടന്നാൽ എന്ത് ചെയ്യും? അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്തിട്ട് 3 സെൽഡ് ആയിട്ട് മാറും. അപ്പൊ എന്താണെങ്കിലും പോളിനേഷൻ നടന്നു കഴിഞ്ഞ് എന്ത് ചെയ്തു? പോളൻ ഗ്രെയിൻസ് എന്തായി മാറി? 3 സെൽഡ് സ്റ്റേജ് ആയി. പക്ഷെ നമുക്ക് ഇവിടെ എന്താണ്? ഈ 2 സെല്ലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെയിൽ ഗ്യാമീറ്റ്സ് എന്ന് പറയുന്നത്. ഇവരുടെ ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. വെജിറ്റേറ്റീവ് സെൽ എന്താണ്? ഈ പോളൻ ട്യൂബിന്റെ ജെർമിനേഷനെയാണ് അവിടെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ നോക്കിക്കേ, ഇപ്പൊ എന്താണെങ്കിലും നമ്മുടെ പോളൻ ഗ്രെയിൻസ് എവിടെ വന്ന് വീണു? പോളിനേഷൻ നടന്നു കഴിഞ്ഞപ്പോ എവിടെ വന്ന് വീണിട്ടുള്ള? സ്റ്റിഗ്മയില് എത്തി അല്ലെ? അപ്പൊ ഇവിടെ നമുക്കിവിടെ സ്റ്റിഗ്മയില് ഇതാണ് ഇപ്പൊ സ്റ്റിഗ്മ. സ്റ്റിഗ്മയിൽ എന്ത് ചെയ്തു? പോളൻ ഗ്രെയിൻസ് എത്തി. അപ്പൊ പോളൻ ഗ്രെയിൻസിൽ എന്താണ് നമുക്ക് എന്താ ആവശ്യമുള്ളത്? പോളൻ ഗ്രെയിൻസിലെ 2 മെയിൽ ഗ്യാമീറ്റ്സ് ആണ് പ്ലാന്റ്സിന് ആവശ്യം അല്ലെ? അപ്പൊ എന്ത് ചെയ്തു? ഇവിടെ നേരെ 2 മെയിൽ ഗ്യാമീറ്റ്സ് ഉണ്ട്. നെക്സ്റ്റ് എന്ത് ചെയ്യുവാണ്? ഇതിന് നമ്മുടെ പോളൻ ഗ്രെയിൻസിന് 2 വോൾ ഉണ്ട്. ഏതൊക്കെ 2 വോൾസ്? ഔട്ടർ എക്സൈനും ഇന്നർ ഏതായിരുന്നു? ഇൻഡൈൻ അല്ലെ? അപ്പൊ നോക്കിക്കേ, ഇതാണ് നമ്മുടെ പോളൻ ഗ്രെയിൻസ്. അതിലെ 2 മെയിൽ ഗ്യാമീറ്റ്സ്, പിന്നെ ഇവിടെ ഓൾറെഡി നമ്മുടെ വെജിറ്റേറ്റീവ് സെല്ലും ഉണ്ട്. അപ്പൊ എന്ത് ചെയ്തു? ഈ എക്സൈൻ അവിടെ നിൽക്കും, ഈ ഇൻഡൈൻ നേരെ എന്ത് ചെയ്യും? ഈ ജേം പോറിക്കോടെ, ജേം പോർ എന്തായിരുന്നു? എക്സൈൻ ചില സ്ഥലങ്ങളിൽ എന്തുണ്ട്? എക്സൈന് ചെറിയ ചെറിയ ഓപ്പണിങ്സ് ഉണ്ട്. എന്താ കാരണം? അവിടെ നമ്മുടെ സ്പോറോപോളിനിന്റെ ഡെപ്പോസിഷൻ ഇല്ല അല്ലെ? അപ്പൊ ആ സ്ഥലത്ത് കൂടെ എന്ത് ചെയ്തു? നമ്മുടെ പോളൻ ട്യൂബ് ഇങ്ങനെ, പോളൻ ട്യൂബ് ജെർമിനേറ്റ്. പോളൻ ട്യൂബ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആര് തന്നെയാണ്? നമ്മുടെ ഇൻഡൈൻ ജേം പോറിക്കോടെ ജെർമിനേറ്റ് ചെയ്ത് വരും. അല്ലെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഇലോങ്ങേറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളൻ ട്യൂബ് ജെർമിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ പോളൻ ട്യൂബ് ജെർമിനേഷനെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ ആരാണ്? നമ്മുടെ സ്റ്റിഗ്മയിലുള്ള ഷുഗറി സബ്സ്റ്റൻസ് ആണ്. അതാണ് നമ്മൾ പറഞ്ഞ റൈറ്റ് ടൈപ്പ് ആണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ? നമ്മുടെ സ്റ്റിഗ്മ അല്ലെങ്കിൽ നമ്മുടെ പിസ്റ്റിൽ എന്ത് ചെയ്യുള്ളൂ? ഈ പോളൻ ട്യൂബിന്റെ ജെർമിനേഷൻ അലോ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ പോളൻ ട്യൂബ് ജെർമിനേഷൻ അവിടെ പ്രിവെന്റ് ചെയ്യുകയാണ് ചെയ്യും. അപ്പൊ പോളൻ ട്യൂബ് എന്ന് പറഞ്ഞാൽ ശരിക്കും ആരാണ്? നമ്മുടെ പോളൻ ഗ്രെയിൻസിന്റെ ഇൻഡൈൻ ആണ് എന്തായിട്ട് മാറുന്നത്? that forms a long tube like structure. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളൻ ട്യൂബ് എന്ന് പറയുന്നത്. പോളൻ ട്യൂബ്. അപ്പൊ ഇതിൽ കൂടെയാണ് പാസ് ചെയ്തത്. ഇവിടെ ജേം പോറിക്കൂടെ പാസ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? പോളൻ ട്യൂബ് ജെർമിനേഷൻ. അപ്പൊ എന്താണ്? നമ്മുടെ ഫെർട്ടിലൈസേഷന് മുന്നേ എന്ത് ചെയ്യണം? നമ്മുടെ ഇൻഡൈൻ നേരെ എന്ത് ചെയ്തു? ഇൻഡൈൻ നേരെ ഇലോങ്ങേറ്റ് ചെയ്തിട്ട് ആരായിട്ട് ഫോം ചെയ്തു? പോളൻ ട്യൂബ് ആയിട്ട് ജെർമിനേറ്റ് ചെയ്തു. ഇതിൽ കൂടെയാണ് ജേം പോറിക്കൂടെ അല്ലെ? അപ്പൊ ഈ ഒരു പോളൻ ട്യൂബ് എന്ത് ക്യാരി ചെയ്തിട്ടുണ്ടാവും? ഇതിന്റെ ടിപ്പില് ആരുണ്ടാവുക? ഈ 2 മെയിൽ ഗ്യാമീറ്റ്സിനെയും കൂടി ക്യാരി ചെയ്യുന്നുണ്ട്. ഈ 2 മെയിൽ ഗ്യാമീറ്റ്സിനെയും കൂടി ക്യാരി ചെയ്യുന്ന പോളൻ ട്യൂബ് നേരെ ഇങ്ങോട്ട് പോരുവാണ്. ഇതാണ് ഓവറി അല്ലെ? ഇതാണ് ഓവറി. ഓവറിനുള്ളിലാണ് ആരുള്ളത്? ഓവ്യൂൾസ് ഉള്ളത് അല്ലെ? ഓവ്യൂൾസിന്റെ സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി പഠിച്ചു. എങ്ങനെയാണ് ഓവ്യൂളിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാല്? ഇങ്ങനെ ഇന്റഗ്മെന്റ്സ് ഉണ്ട് അല്ലെ? ഇതാണ് ഇതിന്റെ ഓപ്പണിംഗ്. ഓപ്പണിംഗ് എന്ത് പറയും? മൈക്രോപൈൽ എന്ന് പറയും. ഇതിന്റെ ഉള്ളിലാണ് ആര് നിൽക്കുന്നത്? എംബ്രിയോ സാക്ക് നിൽക്കുന്നത്. എംബ്രിയോ സാക്കിൽ ആരൊക്കെ ഉണ്ട്? ഇവിടെ നമുക്ക്
മൈക്രോപൈലാറിന്റെ എവിടെയാണോ അവിടെ എന്തുണ്ട്? എഗ് ഉണ്ട്, 2 സൈനഡിഡ്സ് ഉണ്ട്, പിന്നെ പോളാർ ന്യൂക്ലിയൈ ഉണ്ട്, ആന്റിപോഡൽസ് ഉണ്ട് അല്ലെ. ഇത് നമുക്ക് എന്താണ്? ഇത് നമുക്ക് ഇറക്റ്റ് ആയിട്ട് നിൽക്കുന്നതാണ് വരച്ചത്, സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നതാണ്. ഇത് നമ്മളൊന്ന് കർവ് ചെയ്ത് വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നോക്കാം, ഈ ഓവ്യൂള് നമ്മളൊരു ഓവ്യൂള് എടുക്കുവാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ ഡയഗ്രാം പോലെ വരയ്ക്കുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഓവ്യൂളിനെ മാത്രം നമുക്കൊന്ന് ഇറക്റ്റ് ആയിട്ട് വരച്ച് നോക്കാം. ഇതാണ് ഇതിന്റെ ഇന്റഗ്മെന്റ്സ്. ഇതിന്റെ ഉള്ളിലാണ് എന്ത് വരുന്നത്? നമ്മുടെ എംബ്രിയോ സാക്ക് വന്നു. ഇത് എംബ്രിയോ സാക്കിലെ 3 ആന്റിപോഡൽസ്. ഇവിടെയാണ് മൈക്രോപൈൽ. എവിടെ വേണമെങ്കിൽ താഴെ വരുവാണെങ്കിൽ എന്താണ്? അനാട്രോപ്പസ് ഓവ്യൂൾ ആണ്. ഇറക്റ്റ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ എന്താണ്? ഓർത്തോട്രോപ്പസ് ഓവ്യൂൾ ആണ്. ഇവിടെയാണ് നമുക്ക് എന്ത് വന്ന്? ആന്റിപോഡൽസ് വന്നു. ഇവിടെ എന്താ വന്നേ? നമുക്ക് സെന്ററിൽ എഗ് വന്നു അല്ലെ. ഇവിടെ നമുക്ക് എന്താണ്? നമ്മുടെ പോളാർ ന്യൂക്ലിയൈ വന്നു, അല്ലെങ്കിൽ സെക്കൻഡറി ന്യൂക്ലിയൈ വന്നു അല്ലെ. അപ്പൊ നേരെ നോക്കിക്കേ, ഈ പോളൻ ട്യൂബ് നേരെ എന്ത് ചെയ്തു? 2 മെയിൽ ഗ്യാമീറ്റ്സിനെ ക്യാരി ചെയ്തു പോരുകയാണ്. എവിടുന്നാ വരുന്നത്? ഇവിടെ അല്ലെ. 2 മെയിൽ ഗ്യാമീറ്റ്സ് ഇതേ ഇങ്ങനെ ഇതിനെ ക്യാരി ചെയ്തു വരുവാണ്. ഇവിടെ പോളൻ ട്യൂബിനെ ക്യാരി ചെയ്ത് പോളൻ ട്യൂബ് ഇങ്ങനെ വരുവാണ്. എന്നിട്ട് നേരെ എന്ത് ചെയ്തു? നേരെ ഓവിയോണിന്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്തു അല്ലെ. ഓവിയോണിന്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യാന്ന് വെച്ചാൽ അർത്ഥം ഓവിയോണ്ട് ഇതിലെ മൈക്രോപൈലിൽ കൂടെ എത്തി. നേരെ എന്ത് ചെയ്യുവാണ്? 2 സൈനഡിഡ്സ് ഉണ്ട് അല്ലെ. നമ്മുടെ എഗ്ഗിന് 2 സൈഡിലും 2 സൈനഡിഡ്സ് ഉണ്ട്. ഈ സൈനഡിഡ്സിന്റെ ഉള്ളിൽ കൂടെ എൻട്രി ചെയ്ത് നേരെ ഇവിടേക്ക്. അപ്പൊ ഈ സൈനഡിഡ്സ് എന്ത് ചെയ്യുവാണ്? അവിടുത്തെ ഒരു ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സ് എറൈസ് ചെയ്യും. ഈ ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സിന് പറയുന്ന പേരാണ് സൈനഡിഡ്സിനെ എറൈസ് ചെയ്യുന്ന ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സിന് പറയുന്ന പേരാണ് ഫിലിഫോം അപ്പാരറ്റസ് എന്ന് പറയും. ഫിലിഫോം അപ്പാരറ്റസ്. ഒരു 2 സൈനഡിഡ്സ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സൈനഡിഡ്സിന്റെ കൂടെ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഈ പോളൻ ട്യൂബ് എവിടേക്ക് എൻട്രി ചെയ്തു? നമ്മുടെ എംബ്രിയോ സാക്കിന്റെ ഉള്ളിലേക്ക് എൻട്രി. അപ്പൊ നോക്കി ഒന്നും കൂടി നോക്കുക. നമ്മുടെ ഇന്റൈനിനെ എന്ത് ചെയ്തു? പോളൻ ട്യൂബ് ജെർമിനേറ്റ് ചെയ്തു. ഇന്റൈൻ പോളൻ ട്യൂബ് ആയിട്ട് ജെർമിനേറ്റ് ചെയ്തു. എന്തിനെ ക്യാരി ചെയ്തു? 2 മെയിൽ ഗ്യാമീറ്റ്സിനെ ക്യാരി ചെയ്തു. നേരെ എവിടേക്ക് വന്നു? ഓവ്യൂളിലേക്ക് വന്നു. നെക്സ്റ്റ് എന്ത് ചെയ്തു? അത് നേരെ എംബ്രിയോ സാക്കിലേക്ക് വന്നു. അപ്പൊ നോക്കിക്കേ, ഈ പോളൻ ട്യൂബിന്റെ എൻട്രി എങ്ങനെയൊക്കെ നടക്കാം? മൈക്രോപൈലിൽ കൂടെ വരാം. അതിനാണ് നമ്മൾ ത്രൂ മൈക്രോപൈൽ ആണെങ്കിൽ എന്ത് കൊടുക്കാം? പോറോഗമി എന്ന് പറയും. മൈക്രോപൈലിൽ കൂടെ ആണെങ്കിൽ പോളൻ ട്യൂബ് എൻട്രി ചെയ്യണമെങ്കിൽ എന്ത് കൊടുക്കാം? അതിനെ പോറോഗമി എന്ന് പറയും. ഇനി ചില സമയത്ത് എന്ത് ചെയ്യും? ചെലാസേക്കോടെ എൻട്രി. അങ്ങനെയാണെങ്കിൽ എന്ത് കൊടുക്കാം? ചെലാസോഗമി എന്ന് പറയും. ഇനി ചില സമയത്ത് എന്ത് ചെയ്യും? ദാറ്റ് ഈസ് എൻറ്റേഴ്സ് ത്രൂ ഇന്റഗ്മെന്റ്. കൂടെ ആണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? അതിനെ മീസോഗമി. അപ്പൊ സാധാരണ കേസിൽ എന്താണ്? ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ പറയാ. മൈക്രോപൈലിൽ കൂടെയാണ് എന്ത് ചെയ്യുന്നത്? പോളൻ ട്യൂബ് എൻട്രി ചെയ്ത് എവിടേക്ക് എൻട്രി ചെയ്തു? എംബ്രിയോ സാക്ക്. എംബ്രിയോ സാക്ക് എവിടെയാ കാണുന്നേ? നമ്മുടെ ഓവ്യൂളിന്റെ ഉള്ളിൽ. അപ്പൊ എംബ്രിയോ സാക്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് 7 സെൽഡ് 8 ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ ആണ് എവിടെ വരുന്നത്? എംബ്രിയോ സാക്കിൽ വരുന്നത്. ഏതൊക്കെ സെല്ലുകളാണ്? സെന്ററിൽ നമുക്ക് അല്ലെങ്കിൽ മൈക്രോപൈലാറിന്റെ എവിടെയാണ്? ഇതിലിപ്പോ നമുക്ക് എന്താണ്? ഇതാണ് മൈക്രോപൈലാർ എൻഡ്. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? ഇവിടെ മൈക്രോപൈലാർ എൻഡ് ആണ്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ഇവിടെ എന്ത് വന്നു? ഇത് സൈനഡിഡ്സ് ആണ്. ഇവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ഇങ്ങനെ ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സ് വരും. ഇതിലേക്കൂടെയാണ് എന്ത് ചെയ്യുന്നത്? പോളൻ ട്യൂബ് ഇങ്ങനെ ജെർമിനേറ്റ് ചെയ്ത്. അപ്പൊ ജെർമിനേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുന്നത്? ഇപ്പൊ നമ്മുടെ ഒരു പോളൻ ട്യൂബില് എത്ര മെയിൽ ഗ്യാമീറ്റ്സ് ഉണ്ട്? 2 മെയിൽ ഗ്യാമീറ്റ്സ് ഉണ്ട് അല്ലെ. ഒരു പോളൻ ട്യൂബില് 2 മെയിൽ ഗ്യാമീറ്റ്സ് ഉണ്ട്. അപ്പൊ ഒരു മെയിൽ ഗ്യാമീറ്റ് എന്ത് ചെയ്യുവാണ്? 1 മെയിൽ ഗ്യാമീറ്റ് ആരുമായിട്ട് ഫ്യൂസ് ചെയ്യും? നേരെ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യും. എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്? സൈഗോട്ട് എന്ന് പറയും. അപ്പൊ ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് സിൻഗമി എന്ന് പറയും. എത്ര മെയിൽ ഗ്യാമീറ്റ്സ് ഉണ്ട്? പോളൻ ട്യൂബ് 2 മെയിൽ ഗ്യാമീറ്റ്സിനെ ക്യാരി ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതില് ഒരു മെയിൽ ഗ്യാമീറ്റ് ആരായിട്ട് ഫ്യൂസ് ചെയ്യുന്നത്? എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? സൈഗോട്ട് ഫോം ചെയ്യും. ഇതിനെ പറയുന്ന പേരാണ് സിൻഗമി. അപ്പൊ നമുക്ക് എന്താണ്? ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞ ഇവിടെ ഒരു ഫെർട്ടിലൈസേഷനെ പറഞ്ഞിട്ടുള്ളൂ. നെക്സ്റ്റ് എന്ത് ചെയ്യാണ്? നെക്സ്റ്റ് വേറൊരു മെയിൽ ഗ്യാമീറ്റും കൂടി ഉണ്ട്. ഈ നെക്സ്റ്റ് മെയിൽ ഗ്യാമീറ്റ് നേരെ എന്ത് ചെയ്യും? സെന്ററിലേക്ക് വന്നിട്ട് അവിടെ എന്താ ഉള്ളത്? നമ്മുടെ പോളാർ ന്യൂക്ലിയൈ ഉണ്ട്. അല്ലെങ്കിൽ എന്ത് കൊടുക്കാം? സെക്കൻഡറി ന്യൂക്ലിയസ് എന്ന് പറയും
അല്ലെ? ഇതുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? നമുക്ക് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയൈ എന്ന് പറയും, അല്ലെങ്കിൽ പെൻ ഷോർട്ട് ആയിട്ട് പറയും. ഇത് ഫോം ചെയ്യും. അപ്പൊ ഇതിന് നമ്മൾ പറയുന്നത് ഈ നമ്മുടെ മെയിൽ ഗ്യാമീറ്റും എഗ്ഗും തമ്മിൽ ഫ്യൂസ് ചെയ്തതിന് എന്ത് പറയും? സിംഗമി എന്ന് പറയും. ഇവിടെ മെയിൽ ഗ്യാമീറ്റ്സ് എന്താണ്? ഹാപ്ലോയിഡ് ആണ്, എഗ്ഗും ഹാപ്ലോയിഡ് ആണ് അല്ലെ? അപ്പൊ നോക്കി 2 n ചേരുമ്പോ സൈഗോട്ടിന്റെ കണ്ടീഷൻ 2n അല്ലെ? 2 n ചേർന്ന 2n. ഇനി നോക്കിക്കേ, നെക്സ്റ്റ് മെയിൽ ഗ്യാമീറ്റ് എന്താണ്? ഹാപ്ലോയിഡ് ആണ്. പക്ഷെ പോളാർ ന്യൂക്ലിയൈന്റെ പ്ലോയിഡ് എന്താണ്? ഹാപ്ലോയിഡ് ആണോ ഡിപ്ലോയിഡ് ആണോ? ഇത് എപ്പോഴും എന്തായിരിക്കും? ഡിപ്ലോയിഡ് ആണ്. കാരണം എന്താ? അതില് 2 ന്യൂക്ലിയസ് ഉള്ളത് കൊണ്ട് അത് ഡിപ്ലോയിഡ് ആണ്. അപ്പൊ നോക്കിക്കേ, ഇവിടെ n-ഉം ഇവിടെ 2n ആവുമ്പോ നമ്മുടെ പെന്നിന്റെ കണ്ടീഷൻ എന്തായി? 3n ആയി. അപ്പോ ഇതിലെന്താ ഫോം ചെയ്തത്? നമ്മുടെ ട്രിപ്ലോയിഡ് ആയിട്ടുള്ള സെല്ല് ഫോം ചെയ്തു. അതുകൊണ്ട് ദിസ് ഈസ് കോൾഡ് ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയും. ട്രിപ്പിൾ ഫ്യൂഷൻ. അപ്പൊ എത്ര ഫെർട്ടിലൈസേഷൻ ആയി ഇവിടെ? 2 ഫെർട്ടിലൈസേഷൻ. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഡബിൾ ഫെർട്ടിലൈസേഷൻ ഈസ് ഈക്വൽ ടു ഏതൊക്കെയാണ്? സിംഗമി പ്ലസ് ട്രിപ്പിൾ ഫ്യൂഷൻ. സിംഗമി പ്ലസ് ട്രിപ്പിൾ ഫ്യൂഷൻ ഈസ് ഈക്വൽ ടു ഡബിൾ ഫെർട്ടിലൈസേഷൻ. അപ്പൊ എന്ത് ചെയ്യാം? what is meant by syngamy എന്ന് പറയണം, what is meant by triple fusion. What is meant by syngamy? Fusion of male and female gametes, that is called again male gamete with egg to form zygote, that is called syngamy. And then what is meant by triple fusion? That is fusion of male gamete with the polar nuclei or secondary nuclei to form a triploid. അപ്പോൾ ഒത്തിരി ഇമ്പോർട്ടന്റ് ഉണ്ട്. ട്രിപ്ലോയിഡ് പെൻ അല്ലെങ്കിൽ പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയൈ, that is called triple fusion. So there are 2 types of fertilization that is takes place in angiosperm. So that is called double fertilization, and it is discovered by a scientist whose name is Navash. So it is an important characteristics of angiosperm. That means here there are 2 types of fertilization in which zygote, that is always a diploid, but pen, that is primary endosperm, this is developing to endosperm, this is a triploid. Triploid endosperm formation is the most important characteristics of angiosperm. So the significance of double fertilization, the most important one, that is the most important significance of this double fertilization is the formation of a triploid endosperm. So that is called a double fertilization. So double fertilization is the 2 types of fertilization, that means syngamy as well as triple fusion, that is takes place in angiosperm, that is called a double fertilization. Then what happens to zygote? The zygote that is developed into embryo, and then pen that is developed into endosperm. So that is significance of this endosperm. Endosperm that provide nourishment to this developing embryo. So endosperm that provide nourishment or nutrition to the embryo. Nourishments to embryo. So this is the double fertilization. Our repeated question ആണ്. നന്നായിട്ട് പഠിക്കുക what is meant by double fertilization. Okay, so clear ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. After pollination, 2 male gametes are released, one fused with the egg to form zygote, another fused with the polar nuclei to form pen. Okay, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. So that's all our today's portion. So all of you study very well. Bye.